ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട്. ആദ് എന്ന് പറയുന്ന മനുഷ്യന് 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന്, 2 ആൺമക്കളിൽ ഒരാളുടെ പേര് ഷദ്ദാദ്, മറ്റൊരുത്തൻ്റെ പേര് ഷദീദ് എന്നായിരുന്നു. രണ്ടുപേരുമായി ആളുകൾ അടക്കി ഭരിക്കുന്ന ഭരണം അവർക്കായിരുന്നു 2 പേർക്കും. എന്നാൽ അവർ തൻ പ്രമാണിത്വം കാണിച്ച് ജീവിച്ച ആളുകളാണ്. അതിനിടക്കാണ് എന്ത് സംഭവിക്കുന്നത്, ഷദീദ് എന്ന് പറയുന്ന മകൻ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അധികാരം മുഴുവനും പിന്നീട് ഷദ്ദാദിലേക്ക് വരികയാണ്. അങ്ങനെ മുഴുവനും അടക്കി വാണ ഷദ്ദാദ് അധികാരത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ, ഹുങ്കിൽ അവൻ മുഴുവനും താൻ തന്നെയാണ്, തനിക്കപ്പുറം മറ്റൊരാളൊന്നുമില്ല എന്നു അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയും പ്രവാചക വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തെക്കുറിച്ച്, ആ സ്വർഗത്തെ എന്ന് പറഞ്ഞാൽ ഹൂദ് നബി അലൈഹി സ്വലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു സ്വർഗം, ആ സ്വർഗത്തെ നിഷേധിക്കുകയും അതിനു പകരം അദ്ദേഹം എന്താ ചെയ്തത്, അവൻ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗം പണിയുകയും ചെയ്തു. എനിക്ക് ഭൂമിയിൽ തന്നെ സ്വർഗം ലഭിക്കണം എന്ന ഒരു അഹങ്കാരം. അങ്ങനെ വീം വിളക്കിക്കൊണ്ട് 300 കൊല്ലം കൊണ്ട് അതിന് എന്ന് പറയുന്ന മരുഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി എന്നാണ് ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ സ്വർണം കൊണ്ടുള്ള ഒരു 300 കൊല്ലത്തെ കഠിന പ്രയത്നത്തിലൂടെ വലിയ പട്ടണമാക്കി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൊട്ടാരങ്ങളും ഗോമേതകങ്ങളും മാണിക്യവും പതിച്ച അലങ്കൃതമായ തൂണുകളും അതേപോലെ വിവിധ തരം മരങ്ങളും അരുവികളും അതിൽ സംവിധാനിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു സ്വർഗം നിർമ്മിച്ചു. അങ്ങനെ പണി പൂർത്തിയായ തൻ്റെ സ്വർഗത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് അദ്ദേഹം 300 കൊല്ലത്തെ പണിക്ക് ശേഷം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് തൻ്റെ പരിവാരങ്ങളുമായിട്ട് ആ സ്വർഗത്തിൻ്റെ അരികിലേക്ക് അവൻ വരുന്ന സമയത്ത് ഈ കൃത്രിമ സ്വർഗത്തിലേക്ക് ഒരു ദിവസം മാത്രമാണ് എത്തിച്ചേരാൻ ബാക്കിയുള്ളത്. ആ സമയത്ത് അവനെയും പരിവാരങ്ങളെയും ഒരു അട്ടഹാസത്തിലൂടെ, ശബ്ദതരംഗങ്ങളിലൂടെ അള്ളാഹു നശിപ്പിച്ചുവെന്ന് റാസി ഇമാം പറയുന്നുണ്ട്. അഹങ്കാരികൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ. അദ്ദേഹം ഈ ഒരു സംഭവത്തെക്കുറിച്ച് അസ്രായിൽ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്.